ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് 10 പ്രാക്ടിക്കൽ ആൻഡ് പവർഫുൾ ടിപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെയും ലോ ആയിരിക്കുന്ന നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയും നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കും. റീസെൻ്റ്ലി ഞാൻ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. തൽക്കാലം നമുക്ക് ഇദ്ദേഹത്തെ രാഹുൽ എന്ന് വിളിക്കാം. രാഹുൽ അവൻ്റെ ലോ സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയും ലൈഫിൽ ഗ്രോത്ത് ഇല്ലാത്തതിനെ പറ്റിയും എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. രാഹുൽ പണ്ട് മുതലേ വളരെ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ അവന് ഫ്രണ്ട്സ് ആരും തന്നെ ഇല്ല. കാരണം അവൻ്റെ മേലെ അവന് ഒരുപാടധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. അവന് ആളുകളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാകുമോ അല്ലെങ്കിൽ ആളുകൾ അവനെ കളിയാക്കുമോ എന്നുള്ള ഭയം അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവന് ഒരുപാടധികം ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എക്സാമ്പിളായിട്ട് അവനോട് ആരെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡേ മൊത്തം രാഹുൽ അതേപറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. പതിയെ അവന് തോന്നാൻ തുടങ്ങി അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും അവനേക്കാളും എത്രയോ മുന്നേറിപ്പോയി എന്ന്. ഇത്തരത്തിൽ അവൻ സ്വയം അവനെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കാളും എത്ര സ്മാർട്ടാണ്, എൻ്റെ കസിൻസ് എന്നെക്കാളും എത്ര വലിയ പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ മുഴുവൻ സെൽഫ് കോൺഫിഡൻസും ഇല്ലാതായി. അവനിൽ ബാക്കി ഉണ്ടായിരുന്നത് സെൽഫ് ഡൗട്ട്, ഫിയർ, ആൻസൈറ്റി, ഈ കാര്യങ്ങൾ മാത്രമായിരുന്നു. ഫ്രണ്ട്സ്, ഈ ഒരു സ്റ്റോറി എന്നുള്ളത് അത് രാഹുലിൻ്റെ മാത്രമല്ല, നമ്മളിലുള്ള പല ആളുകളും ഈ ഒരു സെയിം പ്രോബ്ലം കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാടധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ബട്ട് ഫ്രണ്ട്സ്, ഡോണ്ട് വറി. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു 10 പവർഫുൾ ആയിട്ടുള്ള ടിപ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോ കോൺഫിഡൻസിൽ നിന്നും ഹൈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ടിപ്പാണ് സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു അതേഴ്സ്. ഫ്രണ്ട്സ്, കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോഷ്യൽ മീഡിയാസിൽ നിങ്ങളെപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലെ ബെസ്റ്റ് മൊമെൻറ്റ്സിനെ കാണുന്നുണ്ടായിരിക്കും. ലൈക്ക് ഫാൻസി കാർ, എക്സോട്ടിക് ട്രിപ്സ്, പെർഫെക്റ്റ് ബോഡി, എറ്റ്സെട്ര. എന്നാൽ റിയാലിറ്റി എന്താണെന്നാൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ട്. എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ അവരുടെ ലൈഫിൻ്റെ ഒരു സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. ഓരോരുത്തരുടെ ലൈഫിലും അവരുടേതായിട്ടുള്ള ഒരു ജേണി ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്കുമുണ്ട്. എങ്ങനെയാണോ മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയത്, അതുപോലെ നിങ്ങൾക്കും വൺ ഡേ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധിക്കും. ഇന്നു മുതൽ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള, ഹാൻസം ആയിട്ടുള്ള ആരെങ്കിലും കാണുമ്പോൾ അവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയ്ക്കാതിരിക്കുക. അതിനു പകരം നിങ്ങൾ അവരെ കണ്ട് ഇൻസ്പയർ ആയിട്ട് മാറുക. ഇപ്പോൾ മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേ എഫേർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ്, പീസ്, കോൺഫിഡൻസ് ഇതൊക്കെ കുറയും. നമ്പർ 2, പുഷ് യുവർ സെൽഫ് ടു ഫേസ് യുവർ ഫിയേഴ്സ്. ഫ്രണ്ട്സ്, നമ്മളിൽ എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ ഭയം ഉണ്ടായിരിക്കും അല്ലേ? ചിലപ്പോൾ അത് ഉയരമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനായിരിക്കും, ഇതുമല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കാനായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തെല്ലാം ഭയങ്ങളുണ്ടോ അതാണ് ആക്ച്വലി നിങ്ങളുടെ കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഭയങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ എന്തിനെ പറ്റി ഓർത്തുകൊണ്ടാണ് ഭയപ്പെടുന്നത് എന്ന്. ഇപ്പോൾ കൂടിപ്പോയാൽ നിങ്ങളൊന്ന് തോറ്റുപോകും, അല്ലെങ്കിൽ റിജക്ഷൻ നേരിടും. വെറും ഇത് മാത്രം, ഇതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് അവസാനിക്കുമോ? ഒരിക്കലുമില്ല അല്ലേ? അപ്പോൾ ഭയത്തെ കണ്ട് നാം എന്തിനു ഭയപ്പെടണം? ആക്ച്വലി ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ തോറ്റുപോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും തന്നെ ട്രൈ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധത്തിന് മുന്നേ തന്നെ നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയ ഒരു അവസ്ഥയാണ് ഇതെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫൈറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും ഇങ്ങനെയുള്ളൊരു ജീവിതമാണോ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്? സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്കുള്ള ഭയങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. കോൺഫിഡൻസ് കംസ് നോട്ട് ഫ്രം ആൾവേസ് ബീങ് റൈറ്റ് ബട്ട് ഫ്രം നോട്ട് ഫിയറിംഗ് ടു ബി റോങ്. എക്സ്പോഷർ തെറാപ്പിയിൽ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾക്കുള്ള ഭയങ്ങളെ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഫേസ് ചെയ്യുന്നത് അപ്പോൾ മുതൽ അതുമായി ബന്ധപ്പെട്ട ഭയത്തിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങളുടെ ബ്രെയിനിൽ കുറയും. പതിയെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും എന്നുള്ളതാണ്. ഫ്രണ്ട്സ്, ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് ചെറിയൊരു ചലഞ്ച് കൊടുക്കുക. അതായത് എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് ചെയ്യാൻ ഭയമുള്ളത് അതെല്ലാം എഴുതിയിട്ട് പതിയെ അതൊക്കെ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതെന്നുള്ളത് നിങ്ങൾ വിചാരിച്ച അത്ര ഭീകരമൊന്നുമല്ല എന്ന്.
ഫ്രണ്ട്സ്, ഈ ഒരു ടിപ്പ് എന്നുള്ളത് എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ബെസ്റ്റ് റിസൾട്ട് ലഭിച്ചിരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്പർ 3, സ്റ്റോപ്പ് ടേക്കിംഗ് അപ്രൂവൽ. ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒരാൾ ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ ഒരുപാടധികം പിക്ചേഴ്സ് അയാളുടെ സോഷ്യൽ മീഡിയാസിൽ അയാൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് തോന്നും അയാളുടെ മസിൽസ് വളരെയധികം ഡെവലപ്ഡായി, അയാളുടെ ബോഡി വളരെ ഫിറ്റായിട്ട് മാറി എന്നൊക്കെ. എന്നാൽ ആക്ച്വലി ഇതെന്നുള്ളത് അയാളുടെ ഒരു മിത്ത് മാത്രമാണ്. ഫ്രണ്ട്സ്, 1-2 ആഴ്ചകൾ നമ്മൾ ജിമ്മിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും? കാര്യമായിട്ട് ഒന്നും കാണാൻ സാധിക്കില്ല, അല്ലേ? എന്നാൽ ആളുകൾ മറ്റുള്ളവർക്ക് അവരുടെ ഒരു ഫോട്ടോസ് കാണിച്ച് അവരുടെ അപ്രൂവലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്നാൽ എപ്പോഴാണ് അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ഈ ഒരു അപ്രൂവൽ ലഭിക്കാത്തത്, അതോടുകൂടി അവരുടെ കോൺഫിഡൻസും മോട്ടിവേഷനും നഷ്ടപ്പെടും ആൻഡ് ജിമ്മിലേക്ക് പോകുന്നതും അവർ നിർത്തും. സോഷ്യൽ റിയാലിറ്റി എഫക്റ്റിൻ്റെ കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഗോൾസിനെ പറ്റി നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചില അപ്രിസിയേഷൻസ് ലഭിക്കും. ഇത് നിങ്ങളിൽ ഒരു ഫേക്ക് സെൻസ് ഓഫ് സക്സസിനെ ക്രിയേറ്റ് ചെയ്യും ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ ഗോൾസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ ഇതുകൊണ്ടാണ് നിങ്ങളുടെ പ്ലാൻസ് ആൻഡ് പ്രോഗ്രസ്സിനെ മറ്റുള്ളവരിൽ നിന്ന് ഹൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പ്രൈവറ്റായിട്ട് മാത്രം ചെയ്യുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആരോടും അത് പോയിട്ട് പറയാതിരിക്കുക. അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും താനെ അറിഞ്ഞോളും. നമ്പർ 4, പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഫ്രണ്ട്സ്, എപ്പോഴൊക്കെ നിങ്ങൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും കുറയും. എക്സാമ്പിളായിട്ട്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാനൊരു വേസ്റ്റാണ്, ഇങ്ങനെയുള്ള എല്ലാ നെഗറ്റീവ് സെൽഫ് ടോക്കുകളും നിങ്ങളെ ബലഹീനനാക്കി മാറ്റും. ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് എസ്റ്റീമും കുറയും. സ്റ്റഡീസ് പറയുന്നത് പോസിറ്റീവ് അഫർമേഷൻസിലൂടെ ബ്രെയിനിലെ ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആകും. ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് ബിലീഫും വർദ്ധിക്കും എന്നുള്ളതാണ്. ഈ ഒരു ഹാബിറ്റ് നിങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കും ആൻഡ് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഡയറക്ഷൻ നൽകും. സോ എപ്പോഴൊക്കെ നിങ്ങൾ വളരെ സ്ട്രെസ് ആൻഡ് ആൻഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, ലൈക്ക് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ തോറ്റു പോകുമോ, എല്ലാവരും എന്നെ കളിയാക്കുമോ, ഇത്തരത്തിലുള്ള തോട്ട്സിനെ നിങ്ങൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്യുക. അതായത്, ഇതിലെൻ്റെ ബെസ്റ്റ് എനിക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും, ഇനി ഞാൻ തോൽക്കുകയാണെങ്കിലും അതെ, ഞാൻ എന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സിമ്പിൾ അഫർമേഷൻ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഡെയിലി ബൂസ്റ്റ് ചെയ്യും. സോ നിങ്ങളോട് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക, എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. നമ്പർ 5, ടേക്ക് കെയർ ഓഫ് യുവർ അപ്പിയറൻസ്. ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എപ്പോഴൊക്കെ നിങ്ങളുടെ ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് നിങ്ങൾ ഇടുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു ബ്രൈറ്റ് സ്മൈല് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് ആൻഡ് ഗ്രൂമിങ് ഹാബിറ്റ്സ് ഒരു പോസിറ്റീവ് ഫീല് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെയും വർദ്ധിപ്പിക്കും. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരിക്കും അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കാൻ. ലൈക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് വാച്ച്, റിങ്, ഡ്രസ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർഫ്യൂം ഇതടിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഇൻസ്റ്റൻ്റ്ലി ബൂസ്റ്റ് ആകും. ഇതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്പർ 6, മേക്ക് യുവർ സെൽഫ് എ പ്രയോറിറ്റി. നിങ്ങളുടെ നീഡ്സ് ആൻഡ് ഗോൾസിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് പലപ്പോഴും മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ നമ്മളുടെ നീഡ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ എപ്പോഴാണോ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും. ഈ ഒരു ബൗണ്ടറിയിലൂടെ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ കാര്യങ്ങളെ മാറ്റിവെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആൻഡ് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് മാറും. സോ എങ്ങനെ ഈ ഒരു ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും? ഇതിനായിട്ട് നിങ്ങൾ ഇനി മുതൽ നോ എന്ന് പറഞ്ഞു തുടങ്ങുക. അനാവശ്യമായിട്ടുള്ള ട്രിപ്സ്, പാർട്ടീസ്, ഔട്ടിങ്സ് ഇതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ഗോൾസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടേക്ക് മസ്റ്റായിട്ടും നോ എന്ന് തന്നെ പറയുക, നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്മീഡിയറ്റ്ലി ബൂസ്റ്റ് ആകും. സോ ഓരോ സിറ്റുവേഷൻസിലും നിങ്ങളുടെ പ്രയോറിറ്റി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം അതിനനുസരിച്ചിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. നമ്പർ 7, സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ് ബാക്ക്. ജോർദൻ പീറ്റേഴ്സൺ എഴുതിയ 12 റൂൾസ് ഫോർ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത് സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ് വിത്ത് യുവർ ഷോൾഡേഴ്സ് ബാക്ക് എന്നാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും നമ്മളുടെ ഫിസിക്കൽ പോസ്ചർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കൂടിയാണ്. ലൈഫ് വളരെ ടഫാണ്, സ്ട്രെസ്ഫുള്ളാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഫിസിക്കലി മെൻ്റലി കോൺഫിഡൻറ്റ് പോസ്ചർ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ലൈഫിലുള്ള പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും.
പീറ്റേഴ്സൺ ലോബ്സ്റ്റേഴ്സിനെ പറ്റി പറയുന്നു. അതായത് ലോബ്സ്റ്റേഴ്സ് ഫൈറ്റ് ചെയ്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പോസ്ചർ സ്ട്രൈറ്റ് ആൻഡ് അപ്രൈറ്റ് ആയിട്ട് മാറും. ആൻഡ് ഇതിലൂടെ അതിൻ്റെ ബ്രെയിനിൽ സെറാട്ടോണിൻ പ്രൊഡ്യൂസ് ആകും. ഇതിലൂടെ അതിൻ്റെ കോൺഫിഡൻസും വർദ്ധിക്കും. ആൻഡ് ഫ്യൂച്ചർ ഫൈറ്റിലും അതിൻ്റെ വിന്നിങ് ചാൻസസ് ഇതിലൂടെ വർദ്ധിക്കും. ഹ്യൂമൻസിലും ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങളെപ്പോഴും ഒരു കോൺഫിഡൻറ്റ് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മൈൻഡും നാച്ചുറലി കോൺഫിഡൻ്റ് ആയിട്ട് മാറും. നമ്പർ 8, ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ സർവൈവലിന് വേണ്ടി നിങ്ങളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക നിങ്ങളുടെ പാരൻസിനെ ആയിരിക്കും. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സർവൈവലിന് വേണ്ടി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ ആയിരിക്കും. സോ നിങ്ങൾക്ക് ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ലഭിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറണം. ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട് വിടണം, ജോലി ഉപേക്ഷിക്കണം. ഇതൊന്നും തന്നെയല്ല നമ്മളിവിടെ പറയുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് നിങ്ങൾ സ്വയം ഏറ്റെടുക്കണം. നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇതിലൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളുടെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ ഇൻഡിപെൻഡൻറ്റ് നിങ്ങളെ സെൽഫ് റിലയൻ്റ് ആക്കി മാറ്റും. ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും നാച്ചുറലി വർദ്ധിക്കും. നമ്പർ 9, ഡെവലപ്പ് എ ന്യൂ ഹോബി. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടായിരിക്കും അല്ലേ? ഹോബീസ് നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങളെ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ പുതിയൊരു ഹോബിയിൽ ഇൻവോൾവ് ആകുമ്പോൾ ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും. സോ നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് ഹോബീസ് ചൂസ് ചെയ്യുക. ബട്ട് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ ഹോബീസ് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിരിക്കണം. സോ ഓരോ മാസവും പുതിയൊരു സ്കില്ല് നിങ്ങൾ ലേൺ ചെയ്യുക. ഓൺലൈൻ ക്ലാസ്, വർക്ക്ഷോപ്പ്, സെൽഫ് സ്റ്റഡി, ഇത്തരത്തിൽ നിങ്ങളുടെ നോളജിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം പുതിയ കാര്യങ്ങളെ ലേൺ ചെയ്യുന്നുണ്ടോ അത്രത്തോളം തന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും. നമ്പർ 10, ക്രിയേറ്റ് യുവർ ഓൺ കോൺഫിഡൻസ് പ്ലേലിസ്റ്റ്. മ്യൂസിക് നമ്മളുടെ ഇമോഷൻസിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മോട്ടിവേഷൻ സോങ്സ് കേൾക്കുന്നതിലൂടെ നമ്മളുടെ മൂഡ് അപ്ലിഫ്റ്റ് ആകും ആൻഡ് നിങ്ങൾ ഇൻസ്റ്റൻ്റ്ലി മോട്ടിവേറ്റഡ് ആയിട്ട് മാറും. ഇത് നിങ്ങളിൽ പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് മാറുകയും ചെയ്യും. മ്യൂസിക് തെറാപ്പിയിൽ പറയുന്നത് സ്പെസിഫിക് ടൈപ്സ് ഓഫ് സോങ്, എസ്പെഷ്യലി മോട്ടിവേഷൻ സോങ്സ് നമ്മൾ കേൾക്കുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിൽ ഡോപാമിൻ റിലീസാകും. ഇത് നിങ്ങളുടെ മൂഡ് ഇമ്പ്രൂവ് ചെയ്ത് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നിങ്ങൾ ലോ ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ പ്ലേലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ സോങ് കേൾക്കുക. ഇതിലൂടെ നിങ്ങളുടെ എനർജി ലെവൽ ഇൻസ്റ്റൻ്റ്ലി ബൂസ്റ്റ് ആകും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഏതെല്ലാം സോങ്സ് കേൾക്കുമ്പോഴാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.